ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം പരിശുദ്ധ അമ്മയെ വിളിക്കാം. അമ്മയുടെ മാധ്യസ്ഥത അപേക്ഷിച്ചുകൊണ്ട് തിരുവചന ഭാഗങ്ങൾ നമുക്ക് ശ്രവിക്കാം. ഇന്ന് നമ്മൾ ലൂക്കാട് സുവിശേഷം 12-ാം അധ്യായത്തിൽ 32 മുതലുള്ള തിരുവചനങ്ങളിലൂടെയാണ് നമ്മളൊന്ന് കടന്നു പോവുക. നമുക്ക് ശ്രദ്ധാപൂർവം വചനം ശ്രവിക്കാം. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. ഈ തിരുവചന ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ലൂക്കാട് സുവിശേഷം 12-ാം അധ്യായത്തിലൂടെ കടന്നു വരുമ്പോൾ, ദൈവപരിപാലനയിൽ ആശ്രയം എന്നൊരു ഹെഡിങ്ങിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ, അവിടെ മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും കർത്താവ് ഇവിടെ കൊണ്ടുവരികയാണ്. ആയുസ്സിന് ദൈർഘ്യത്തെക്കുറിച്ചും ആകുലതയെക്കുറിച്ചും അതായത് പൂക്കളെ കുറിച്ച്, വയലിലെ ലില്ലികളെ നോക്കുവിൻ, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. ഇങ്ങനെയുള്ള ഒരു സൃഷ്ടപ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് തലങ്ങളിലൂടെ കർത്താവ് നമ്മളെ ഇങ്ങനെ കൊണ്ടുവന്ന് ദൈവരാജ്യത്തെക്കുറിച്ച്, ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നൊക്കെ ഉള്ള പ്രബോധനങ്ങൾ നൽകിയതിന് ശേഷം കർത്താവ് ശ്രദ്ധാപൂർവം പറഞ്ഞിരിക്കുന്ന 1-2 വചനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഈ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ സദാ ജാഗ്രതരായിരിക്കുവാൻ ഭൃത്യന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നു. സമാധാനമല്ല ഭിന്നതയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, കാലത്തിന്റെ അടയാളങ്ങൾ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ കർത്താവ് 12-ാം അധ്യായത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമുക്കിന്ന് ശ്രവിക്കുന്ന തിരുവചനം, ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഒരു തിരുവചനത്തിലൂടെ ഒക്കെയാണ് നമ്മൾ ഇന്ന് കടന്നു പോവുക. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ രാജ്യം, ദൈവപിതാവ് തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട് പുത്രനിലൂടെ നമ്മളെ ദൈവസന്നിധിയിൽ, പിതാവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്ന ആ വലിയ ഉൾക്കാഴ്ചയാണ്, വലിയ ചിന്തയാണ് നമുക്കിന്ന് ധ്യാനിക്കുവാനായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ആകുലരും ഭയങ്ങളും, നമ്മുടെ ആയുസ്സിനെ കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകും എന്നതൊക്കെ ദൈവത്തിന് അറിയാം. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അവൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തെ കണ്ടെത്തുവാനും ദൈവത്തിന്റെ ഇടപെടലുകൾ മനസ്സിലാക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് യേശുവിന്റെ തിരുവചനത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന തിരുവചസ്സുകൾ. അപ്പോൾ ഈ തിരുവചസ്സുകൾ നമ്മുടെ ജീവിതത്തെ മുഴുവനും പുതുക്കി പണിയും. നമ്മൾ ഓരോ വചനം കേൾക്കുമ്പോഴും അതിന്റെ വ്യാഖ്യാനങ്ങൾ കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമുക്ക് ഓരോ ചിന്തകൾ, ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ കടന്നു വരും. ചോദ്യങ്ങൾ, ചിന്തകൾ, ഇവയ്ക്കകത്തെല്ലാം ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള ചിന്തകളും ചോദ്യങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അവിടെയാണ് വചനം നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നിടത്തേക്ക് വരുന്നത്. ഈ ചിന്തകൾ ഒന്നും കടന്നു വരുന്നില്ല, ചോദ്യങ്ങൾ ഒന്നും കടന്നു വരുന്നില്ല, എന്നെക്കുറിച്ച് എനിക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ മാറി ചിന്തിക്കണം, മാറ്റങ്ങൾ വരുത്തണം, അതിനുവേണ്ടി കഠിനമായ അധ്വാനം ചെയ്യണം. അപ്പൊ ചെറിയ അജഗണമേ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വലിയ ഒരു സംഭവത്തെ അല്ല, മറിച്ച് ചെറിയ അജഗണം, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ ശരണം വയ്ക്കുന്ന, ദൈവം മാത്രം മതി എന്ന് തിരിച്ചറിവുണ്ടാകുന്ന, ദൈവത്തെ കൂടാതെ എനിക്ക് ഒന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു നല്ല മനസ്സാക്ഷി, മനോഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവരണം. തിരുവചനങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. എനിക്ക് എൻ്റെ ദൈവം മാത്രം മതി എന്ന് പറഞ്ഞാൽ ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം നിനക്കുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്, നമ്മളിലേക്ക് വന്നു ചേരും. അല്ലെങ്കിൽ നമുക്ക് അവിടെ എത്താനായിട്ട് ദൈവം തന്നെ നമ്മളെ അനുവദിക്കും, അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾക്ക് ഒരുക്കി തരും. ഇത് ദൈവത്തിന്റെ സ്നേഹമാണ് ഇവിടെ വരിക. അപ്പൊ നമ്മൾ ആവശ്യമില്ലാതെ ആകുലപ്പെടുന്ന, നിരാശപ്പെടുന്ന, ഭയപ്പെടുന്ന
ഒരുപാട് കാര്യം. വയലിലെ ലില്ലികളെ നോക്കുവിൻ. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് കർത്താവ് അതിനെ അലങ്കരിച്ചിരിക്കുന്നു എന്ന് നമ്മളോട് പറയുന്നു. സോളമനെ കുറിച്ച് ഇവിടെ പറയാം, രാജാക്കന്മാരെ കുറിച്ച്, ചക്രവർത്തികളെ കുറിച്ച് എല്ലാം, അവരെ കുറിച്ച് എല്ലാം പറയുകയാണ്. കാലത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും മനുഷ്യരുമായി ബന്ധപ്പെട്ട്, ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള സകല സംഭവങ്ങളെ കുറിച്ചും കർത്താവ് ഇവിടെ വെളിപ്പെടുത്തി തരികയാണ്. അതിനുശേഷം നമ്മൾ ധൈര്യപ്പെടുത്തുക, ഭയപ്പെടേണ്ട ചെറിയ അജഗണമേ, നിങ്ങൾക്ക് രാജ്യം തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അപ്പനെ കുറിച്ച്, അപ്പൻ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് യേശു തന്റെ പിതാവിനെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പിതാവിന്റെ സ്നേഹം വിളമ്പിത്തരുന്ന യേശു പിതാവിനെ കുറിച്ച് പറയുന്നതാണ് ദൈവവചനമാകുന്ന വിത്ത്. പിതാവിനെ കുറിച്ച് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളാണ് വാരി വിതറിയിരിക്കുന്നത്. അത് എവിടെയെന്നല്ലാതെ എവിടെ ചെന്നും ആ വിത്തുകൾ വീഴട്ടെ എന്നുള്ള കർത്താവിന്റെ ആ മനോഭാവം, ഒന്നിനെയും ആരെയും അവഗണിക്കുന്നില്ല, മാറ്റി നിർത്തുന്നില്ല. അങ്ങനെയുള്ള യേശുവിന്റെ ആ മനോഭാവം, പിതാവിന്റെ സ്നേഹമാകുന്ന വചനമാകുന്ന വിത്ത് വാരി വിതറിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നാം ശ്രവിക്കുകയും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് നാം ജീവിക്കുമ്പോൾ നമ്മൾ നല്ല നല്ല ബുദ്ധിയും നല്ല കഴിവും നല്ല ശക്തിയും നല്ല ആലോചനകളും നല്ല തീരുമാനങ്ങളും എടുക്കുവാനുള്ള പ്രാപ്തി നമ്മളിലേക്ക് വരും. നമ്മളെ ആർക്കും പരാജയപ്പെടുത്താൻ, ഈ ലോകത്തിന്റെ ഒരു തിന്മയ്ക്കും ഒരു സ്വാധീനത്തിനും നമ്മളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കാത്ത വിധം നമ്മൾ ശക്തരും ധീരരുമായി മാറും എന്നത് നമ്മൾ തിരിച്ചറിയുക. നമുക്ക് ഈ ആകുലത, ഭയം, അസ്വസ്ഥതകള് ഇതെല്ലാം നമുക്ക് നിസാരവൽക്കരിച്ച് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ദൈവത്തെ, ഉന്നതനായ ദൈവത്തെ, മഹത്വം നിറഞ്ഞ ദൈവത്തെ മാത്രമായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാ സാഹചര്യങ്ങളിലൂടെയും നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ വചനങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതെല്ലാം ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ നോട്ടം, നമ്മുടെ കണ്ണുകള്, നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് എത്തുന്നതായിരിക്കണം. ഓരോ വചനത്തിന്റെയും വ്യാഖ്യാനങ്ങളും ചിന്തകളും നമുക്ക് ഓരോ ദിവസങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമല്ലാതെ മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് ദൈവത്തെ മാത്രം മതി, ഇങ്ങനെയുള്ളൊരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമ്പോൾ നമ്മൾ അത് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകണം. കർത്താവ് ഇവിടെ വളരെ ശക്തവും വ്യക്തവുമായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവരാജ്യം നിത്യജീവനാണ്. അപ്പൊ അബ്രാഹത്തോട് പറഞ്ഞു, നിനക്കും നിന്റെ തലമുറകൾക്കും നീ നോക്കുന്ന എല്ലാ സ്ഥലങ്ങളും തരുമെന്ന് പറഞ്ഞു. ഇസ്ഹാക്കിനോടും യാക്കോബിനോടും എല്ലാം പറഞ്ഞു. പക്ഷെ ആ പറച്ചില് എല്ലാം വന്നു നിൽക്കുന്നത് എവിടെയാണ്? നിത്യതയിൽ, പിതാവിന്റെ സന്നിധിയിൽ. യേശുവിന്റെ ക്രൂസിഫിക്കേഷനോട് ചേർന്ന് യേശുവിന്റെ മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും കഴിഞ്ഞ് പറുദീസായിലേക്ക് യേശു, പിതാവിന്റെ സന്നിധിയിലേക്ക് യേശു കടന്നു പോയി കഴിഞ്ഞാണ് എല്ലാവർക്കും, അതിനു മുമ്പ് മരണപ്പെട്ടു പോയ സകലർക്കും പറുദീസായിലേക്ക് കടക്കുവാൻ, ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ സാധിക്കുക. നമുക്കറിയാം ഹെബ്രായർ 11:39 വാഗ്ദാനം പ്രാപിച്ചത് എപ്പോഴാണ്? യേശുവിന്റെ പറുദീസയിലേക്കുള്ള യേശുവിന്റെ കടന്നുകയറ്റം. എല്ലാ അവസ്ഥകളെയും അതിജീവിച്ചുകൊണ്ട് യേശു പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അതിനു മുമ്പുള്ള സകലർക്കും നിത്യതയിലെത്തുവാനായിട്ട്, ദൈവസന്നിധിയിലെത്തുവാനായിട്ട് കാരണമായി തീർന്നത്. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം, ഈ മനോഹരമായ ദർശനം, ഈ മനോഹരമായ ചിന്തകൾ നമുക്കുണ്ടാകണം. ഇതിനെ വളരെ വ്യക്തത നൽകുന്ന ഒരു തിരുവചന ഭാഗമുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 55-ാം തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്തെഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ഏറുകൊണ്ട് നിൽക്കുകയാണ്. മരണം കൺമുമ്പിൽ നിൽക്കുകയാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് സ്തെഫാനോസിനെ സഹായിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. അപ്പസ്തോലന്മാരോട് പറഞ്ഞു, ഞാൻ ആദ്യമായിരിക്കുന്നിടത്തേക്ക് കടന്നു പോകുന്നത് നിങ്ങൾ കണ്ടാലോ. അപ്പം ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നതിന് അനാദിയിലെ തന്നെ ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവത്തിന്റെ ജ്ഞാനം, വിസ്ഡം, ദൈവത്തിന്റെ ജ്ഞാനം അനാദി. അത് ആദവും തെറ്റ് ചെയ്തത് കൊണ്ട് ദൈവം പദ്ധതികൾ മാറ്റി യേശുവിനെ തന്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചതല്ല. ദൈവത്തിന്റെ സ്നേഹമാണ് തന്റെ പുത്രൻ മനുഷ്യരോട് കൂടെ ആയിരിക്കണം എന്നത്. പ്രിയമുള്ളവരെ, ആ സ്നേഹമാണ് നമ്മളെ നിർബന്ധിക്കുന്നത് ദൈവത്തിങ്കിലേക്ക്, പിതാവിന്റെ സന്നിധിയിലേക്ക്. ആ സ്നേഹമാണ് നമ്മളെ
നമ്മളെ വിളിക്കുന്നത്, നയിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത്, നിർബന്ധിക്കുന്നത്. ശരിക്കും ദൈവത്തിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുകയാണ്. വചനം ശ്രവിക്കുവാനും വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനും ഒക്കെ ദൈവം നമ്മളെ നിർബന്ധിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ സഹനത്തിന്റെ മേഖലകളിലൊക്കെ വരുമ്പോൾ അവിടെ ഒന്നും നമ്മൾ പതറരുത്, തളരരുത്. കർത്താവ് സഹോദരി സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എത്രമാത്രമാണ് അപമാനിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ഒക്കെ ചെയ്തത്. അവിടെ ഒന്നും പതറിയില്ല. ലൂക്കായുടെ സുവിശേഷം 22-69 തിരുവചനം, നീ ദൈവപുത്രനാണെങ്കിൽ ദൈവപുത്രനാണെങ്കിൽ എന്ന ഒരു ചോദ്യം, ആണോ എന്നൊരു ചോദ്യത്തിന് കർത്താവ് ഒരു നിമിഷം പോലും പാഴാക്കാതെയാണ് പറയുന്നത്, നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാൻ ആണെന്ന്, ഞാൻ ദൈവപുത്രനാണ്, മിശിഹായാണെന്ന് നിങ്ങൾ തന്നെ എത്ര യുക്തിയുള്ള, എത്ര ശ്രദ്ധയുള്ള വാക്കാണ് ദൈവപുത്രനാണ് എന്നുള്ള യേശുവിന്റെ വെളിപ്പെടുത്തലുകൾ ആ മഹോന്നത കോടതിയുടെ മുമ്പാകെ കർത്താവ് നിർഭയത്വത്തോടെ പറയുകയാണ്. പ്രിയമുള്ളവര്, ഈ കർത്താവിന്റെ മക്കൾ, ഈ കർത്താവിന്റെ പ്രിയപ്പെട്ടവര്, ഈ കർത്താവിന്റെ ദാസീദാസന്മാര് ആയ നമ്മള് ഭയന്ന് വിറച്ചുകൊണ്ട് ജീവിക്കേണ്ടവരല്ല. നമുക്ക് ധീരതയോടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ലോകം ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് തരും. ഒരുപാട് പേരെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് തരും. യുദ്ധങ്ങളെ കുറിച്ചും മരണത്തെക്കുറിച്ചും ഭീകരതയെക്കുറിച്ചും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളെ കൊണ്ടുവന്ന് ഇതെല്ലാം ദൈവം കാണുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ നൽകി നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്ന് വിശ്വാസത്തിന് അകറ്റിക്കളയുന്ന ഒരുപാട് സംഭവങ്ങൾ കടന്നു വരും. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പകർച്ചവ്യാധികൾ ഉണ്ടായിട്ടുണ്ട്, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് ദുരന്തങ്ങൾ ഇതിന് മുമ്പും ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതൊരു പുതിയ കാഴ്ചപ്പാടാണെന്നൊന്നും ഞാൻ കാണുന്നില്ല, നമുക്ക് കാണേണ്ട ആവശ്യവുമില്ല. നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന സംഭവങ്ങളെല്ലാം കണ്ട് നമ്മൾ ഭയപ്പെട്ട് പേടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം ഇതൊന്നും കാണുന്നില്ല എന്നുള്ള ചോദ്യങ്ങളുമായിട്ട് ഇരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ദൈവത്തിന്റെ പദ്ധതികൾ ഈ കാലഘട്ടത്തില്, ലോകത്തില്, നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവം തക്ക സമയത്ത് ഇടപെടുകയും പ്രവർത്തിക്കുകയും നയിക്കുകയും രക്ഷിക്കുകയും സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവനാണ്. ഒരു മാറ്റവും ഒരിടത്തും ഉണ്ടാകുന്നില്ല. എസ്തഫാനോസ് മരണത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് എസ്തഫാനോസിനെ കൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കിച്ചത്. ആ ആത്മാവ് നമ്മളിലും കൊണ്ട് നമ്മളെ കൊണ്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നോക്കുവാനും ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആ സ്വർഗീയ അനുഭവം ഉണ്ടാകുവാനും ദൈവം നമ്മളെ സഹായിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. ലോകം ആത്മാവിനെ ശാരീരികമായി കാണുന്നില്ല. ഇതാണ് ജഡിക മനുഷ്യര്, ഭൗതിക മനുഷ്യര്. ഭൗതിക മനുഷ്യര് അവർക്ക് ഈ ലോകത്തിലെ നേട്ടങ്ങളും പേരും പ്രശസ്തിയും സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും മാത്രം മതി. അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നില്ല. പിന്നെ കിട്ടിയാ കിട്ടി, പോയാ പോയി. ഈ ഒരു മനസാക്ഷി മനോഭാവങ്ങളാണ്. അത് ദൈവരാജ്യം നിത്യതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ചതും പാടുപീഡകൾ സഹിച്ചതും മരിച്ചതും അടക്കം ചെയ്യപ്പെട്ടതും ഉയർത്തതും സ്വർഗാരോഹണം ചെയ്തതുമെല്ലാം നമുക്ക് ഈ ഭൗതിക സുഖങ്ങൾ തരുന്നതിന് വേണ്ടിയല്ല, നമ്മളെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്, പിതാവിന്റെ സന്നിധിയിലേക്ക് നാം എത്തുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകള്, മനോഭാവങ്ങള് ഈ ലോകത്തിന്റെ താല്പര്യങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന, കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുന്ന എല്ലാ അവസ്ഥകളിലും നമ്മൾ മാറി ചിന്തിച്ചെങ്കിൽ മാത്രമേ നമ്മൾ കേൾക്കുന്ന വചനത്തിന്റെയും ആ വചനത്തിന്റെ വ്യാഖ്യാനങ്ങളിലൂടെ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ വളർന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് വളർച്ച ലഭിക്കാതെ വരും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവും നമ്മുടെ കാഴ്ചപ്പാടുകളും, നമ്മുടെ ഈ കൊച്ചു ജീവിതം നമുക്ക് കൂടി വന്നാൽ 80 ഒക്കെ വർഷമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതലൊക്കെ ചിലരൊക്കെ പോകുന്നുണ്ട്. എങ്കിലും അപൂർവങ്ങളായിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് അങ്ങനെ കുറച്ചുകൂടെയൊക്കെ ആയുസ് നീട്ടി കിട്ടുക. സാധാരണഗതിയിൽ 70, 80, 60 ഒക്കെയുള്ള കാലാവധിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് ഇത്രയും നാള് ജീവിച്ചില്ലേ? ഇപ്പൊ എന്നാണ് നമ്മൾ രക്ഷ പ്രാപിക്കുക, നമ്മൾ ദൈവത്തെ അറിയുക? ഇത്രയും നാളും ജീവിച്ചിട്ടും ദൈവത്തെ അറിഞ്ഞിട്ടില്ല എങ്കിൽ ഇനി എന്നാണ് നമ്മൾ ദൈവത്തെ അറിയുക, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക? അപ്പൊ ചെറുപ്പക്കാരോട് പറയുമ്പോൾ അവർ പറയും, ഞങ്ങൾ കുറച്ച് വയസ്സൊക്കെ ആകട്ടെ എന്നിട്ട് ഞങ്ങൾ മാനസാന്തരപ്പെടാം, അങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ നമ്മൾ മാറി ചിന്തിക്കണം. നമ്മള്
ഏത് അവസ്ഥയിലാണോ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് ഇടയാകുന്നത്, അവിടെ മുതൽ തന്നെ നമ്മൾ ആ പാതയിലൂടെ വളരണം. നമ്മൾ പുറകോട്ട് പോകുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം മനുഷ്യനെ തേടി വരുന്നു, അതുപോലെ തന്നെ മനുഷ്യന് ദൈവത്തെ കണ്ടെത്താനും ദൈവം അനുവദിച്ചിരിക്കുന്നു. ഈ രണ്ടും ദൈവത്തിൽ നിന്നുള്ളതാണ്. ദൈവം തന്നെ മനുഷ്യനെ തേടി വരുന്നു, അതോടൊപ്പം തന്നെ മനുഷ്യന് തന്നെ ദൈവത്തെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇവിടെ പറയുകയാണ്, രാജ്യം തരാൻ അബ്രാഹത്തോട് പറഞ്ഞു, ഇതെല്ലാം നിനക്ക് തരും. ഒടുവിൽ യേശു വന്നിട്ട് നിത്യജീവനെ കുറിച്ചാണ് നമ്മളെ പഠിപ്പിച്ചത്. പിതാവിനെ കുറിച്ച്, പിതാവിനോടൊപ്പം നമുക്കൊരു ജീവിതമുണ്ടെന്നുള്ള സത്യമാണ് യേശു വെളിപ്പെടുത്തി തന്നത്. ആ സത്യം വെളിപ്പെടുത്തി തന്ന അവസ്ഥയാണ് യേശുവിന്റെ കുരിശുമരണത്തിന് കാരണമായി തീർന്നത്. അതുകൊണ്ട് ലോകം ആത്മാവിനെ ശാരീരികമായി കാണുന്നില്ല, കാണാൻ അവർക്ക് പറ്റത്തില്ല. മറിച്ച് മനുഷ്യരിലുള്ള ദൈവ സാന്നിധ്യത്തെ മനസ്സിലാക്കാനും സാധിക്കത്തില്ല. അപ്പം നമ്മളെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ്, ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്നവരാണ്. അങ്ങനെയാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന, സഭ നമ്മളെ പഠിപ്പിക്കുന്ന, ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നമ്മളെ അനാഥരായി വിടുകയില്ല. അപ്പം നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ദൈവം നമ്മളിൽ വസിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിവുണ്ടാണ്. അങ്ങനെ ആ തിരിച്ചറിവ് നമ്മളെ വചനത്തിൽ ജീവിക്കുവാൻ, വചനത്തിൽ ശക്തി പ്രാപിക്കുവാൻ, ആത്മാവിൽ നിറയുവാൻ, ആത്മാവിന്റെ ശക്തിയാൽ നയിക്കപ്പെടുവാൻ നമുക്ക് സാധിക്കും. ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. ഏത് സമയത്തും നമ്മൾക്ക് എന്ത് സംഭവിക്കാം. മരണത്തെ ഭയപ്പെടേണ്ട ഒരു കാര്യം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ല എന്ന് തിരുവചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആയുസ്സിന്റെ ദൈർഘ്യം അല്പമെങ്കിലും മാറ്റാൻ സാധിക്കുമോ എന്ന് ഈ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിലൂടെ കർത്താവ് ചോദിക്കുകയാണ്. അത് അല്പം പോലും, ആ ഒരു ചെറിയ കാര്യം പോലും, അപ്പൊ ആയുസ് നീട്ടിക്കിട്ടുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമായിട്ടാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവൻ, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ കുറിച്ചും, നമ്മുടെ ഓരോ ഓർഗൻസിനെ കുറിച്ചും, നമ്മുടെ നാഡീഞരമ്പുകളെ കുറിച്ചും, നമ്മുടെ തലച്ചോറിനെ കുറിച്ചും, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെ കുറിച്ചും നമ്മളൊന്ന് ധ്യാനിക്കണം. നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അടുത്ത നിമിഷം ഈ വായു നമുക്ക് ശ്വസിക്കാൻ കിട്ടിയില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ ആരാണ്? നമ്മൾ എന്താണ്? ദൈവം എത്ര മനോഹരമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന്റെ ശരീരവും ഘടനയും സൗന്ദര്യവും ബുദ്ധിയും ശക്തിയും കഴിവുകളും എല്ലാം നൽകിയിരിക്കുന്നത്. വയലിലെ ലില്ലികളെ നോക്കൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാളും എത്രയോ മനോഹരമായിട്ടാണ് മനുഷ്യനെ അലങ്കരിച്ചിരിക്കുന്നതെന്ന്. കാക്കകളെ കുറിച്ച് എല്ലാം പറയുകയാണ്. അവ വിതയ്ക്കുന്നുണ്ടോ, കൊയ്യുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ദൈവം നമ്മളെ എത്രമാത്രമാണ് ഔന്നത്യത്തിലേക്ക്, ഉന്നതത്തിലേക്ക് നയിക്കുന്നത്, പിതാവിന്റെ സന്നിധിയിലേക്ക് യേശു നമ്മളെ നയിക്കുന്നത് എന്നൊക്കെയുള്ള നമ്മൾ ഹൃദ്യതയോടുകൂടി അതൊക്കെ മനസ്സിലാക്കിയെടുക്കണം. നമ്മൾ ചിന്തിക്കണം. നമുക്ക് ആ ചിന്തകൾ നമുക്കുണ്ടാകണം. യേശു എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ലക്ഷ്യം എന്താണ്, ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴാണ് വചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി, ദൈവാത്മാവിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കുക. യേശു എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 64-ാം തിരുവചനം. സെൻഹദ്രി സംഘം കർത്താവിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട്, യേശു അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, നീ ദൈവപുത്രനാണോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന കാര്യം മത്തായിയുടെ സുവിശേഷത്തിലൂടെ, ഞാൻ നിന്നോട് പറയുന്നു, ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. ഇത് എസ്തഫാനോസ് ആണ് കണ്ടത്. പിതാവിന്റെ സന്നിധിയിൽ, മഹത്വത്തിന്റെ സന്നിധിയിൽ യേശു നിൽക്കുന്നത് എസ്തഫാനോസ് വെളിപ്പെടുത്തി തരികയാണ്. ചരിത്ര സംഭവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഇവിടെ മനുഷ്യപുത്രൻ എന്നാണ് യേശു ഇവിടെ പറയുന്നത്. മനുഷ്യപുത്രൻ എന്ന് സുവിശേഷത്തിൽ എത്രയോ ഭാഗത്താണ് നമ്മൾ കാണുക. മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ കർത്താവിന് എത്ര വലിയ ഒരു ആനന്ദവും സന്തോഷവുമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. മനുഷ്യപുത്രനെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യപുത്രൻ മഹത്വത്തിന്റെ ദൈവമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. മനുഷ്യപുത്രൻ പാപമോചനം നൽകുന്നതിന് മനുഷ്യപുത്രനെയാണ് പിതാവ് അനുവദിച്ചിരിക്കുന്നത്. മനുഷ്യപുത്രൻ അധികാരമുള്ളവനാണ്. യേശുവിന്റെ സഹനം, മനുഷ്യപുത്രന്റെ സഹനത്തെ കുറിച്ച് സുവിശേഷം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കും. അപ്പോൾ അത് എസ്തഫാനോസ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അപ്പോൾ
യേശു എന്തെല്ലാമാണോ പറഞ്ഞിരിക്കുന്നത് അത് മുഴുവനും നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഈ യേശുവിന്റെ വചനത്തിലൂടെയാണ് നാം കടന്നു പോകേണ്ടത്. വചനം നമ്മളെ പഴകിപ്പോയ തുണി സഞ്ചികളിൽ അല്ല നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് പറയാം. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കും. കർത്താവിന് പണം ആവശ്യമുണ്ടോ? അപ്പൊ പണസഞ്ചികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് വേണ്ടി എന്തെല്ലാം നമ്മൾ ചെയ്തു എന്നുള്ളതാണ്. കർത്താവിന് പണം ആവശ്യമില്ല. അപ്പൊ പണസഞ്ചികൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതമാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. നമ്മളും നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മളിലൂടെ അനേകരെയും ദൈവസന്നിധിയിലേക്ക് സമ്പാദിച്ചു കൊടുക്കുന്ന പണസഞ്ചികൾ, അത് അവിടെ എത്തി നോക്കണം. നമ്മൾ ഇതൊക്കെ ധ്യാനിക്കണം, നമ്മൾ ചിന്തിക്കണം. നമ്മൾ മാനുഷികമായിട്ട് പലതും കണ്ടു കേട്ട് വായിച്ചു പോകുന്നതല്ല. അത് എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നിടത്തേക്ക് നമുക്ക് ചിന്തിക്കുവാനുള്ള ഒരു 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 ബോധം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എന്നിട്ട് പറയുകയാണ് ഒടുങ്ങാത്തതെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഏരിയ എത്ര വലുതാണ്, അത് എത്ര വലിപ്പമാണ്. നമ്മൾ ആ ഒടുങ്ങാത്ത പണസഞ്ചികൾ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സമ്പാദിക്കുന്നു, ഭൂമിയിൽ സമ്പാദിക്കുവാനായിട്ടല്ല, സ്വർഗത്തിൽ സമ്പാദിക്കും. അപ്പൊ നമ്മുടെ ജീവിതം കൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്നത്, പിതാവ് ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി യേശുവിന്റെ മനുഷ്യാവതാരവും പരസ്യ ജീവിതവും പാടുപീഡകളും പീഡാസഹനങ്ങളും അറസ്റ്റും ഇവയെക്കുറിച്ചെല്ലാം നമ്മൾ ധ്യാനിക്കണം, നമ്മൾ ചിന്തിക്കണം. യേശു എന്തിനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? യേശു എന്താണ് വിഭാവന ചെയ്യുന്നത്? യേശു എന്ത് ലക്ഷ്യത്തോടെയാണ് സംസാരിച്ചിരിക്കുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയുവാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ദൈവമക്കളായും ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് വളർച്ച ഉണ്ടാകുന്നത്. അല്ലെ നമ്മൾ ഒന്നും അല്ലാതായി പോകുന്നവരല്ലേ? നമ്മൾ ഇങ്ങനെ ഒന്നും അല്ലാതായി പോകാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയും പാടുപെട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടൊക്കെ ജീവിക്കുന്നത്? ഇവിടം കൊണ്ട് തീർന്നു പോകാനുള്ളതാണോ എന്ന് ചിന്തിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? അവിടുത്തെ സന്നിധിയിൽ എത്തുക എന്നത് മാത്രമാണ്. യോഹന്നാൻ 18:36 പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് പീലാത്തോസ് ചോദിച്ച ചോദ്യത്തിന്, നീ രാജാവാണോ എന്ന് ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എന്റെ രാജ്യം ഐഹികമല്ല. അപ്പൊ ഇവിടെ നമ്മുടെ ജീവിതവും ഇവിടെ ഈ ലോകത്ത് തീരാനുള്ളതല്ല, ഐഹികമായിട്ട് തീരേണ്ടതല്ല. നമ്മൾ സ്വർഗത്തിൽ പിതാവിനോടൊത്ത് ജീവിക്കേണ്ടവരാണ് എന്നത് നമ്മൾ ഇവിടെ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഒരു സെക്കൻഡ് ഞാൻ കൊണ്ടുപോവാണ്. ആദിമ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ തകർത്തു കളയുന്ന ഒരുപാട് സംവിധാനങ്ങൾ റോമൻ ചക്രവർത്തിമാർ കൊണ്ടുവന്നു. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ സാമ്രാജ്യത്തെ നിലനിർത്തുവാൻ, നിയന്ത്രിക്കുവാൻ പലതരത്തിലുള്ള മതവിശ്വാസങ്ങളുണ്ട സാഹചര്യത്തിൽ ഡൊമീഷ്യൻ ചക്രവർത്തിയെ ദൈവമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് വർഷത്തിൽ ഒരിക്കൽ ലോകത്തെമ്പാടുള്ള സകലരും വന്ന് ചക്രവർത്തിയുടെ പ്രതിമയുടെ മുമ്പിൽ വന്ന് വണങ്ങണമെന്നുള്ള അലിഖിത നിയമം കൊണ്ടുവന്നു. ഇത് ആ കാലഘട്ടത്തിൽ സംഭവിച്ചു. ഒരുപാട് ക്രിസ്ത്യാനികൾ മരണപ്പെട്ടു, കൊല്ലപ്പെടുന്നതിനും എല്ലാം കാരണം ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായി. ആരും വിശ്വാസം ത്യജിച്ചില്ല. അതേ ഒരു സാഹചര്യം ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളുടെ ഭരണാധികാരികള് അതുപോലെ തന്നെ ഈ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ അതേ സ്വഭാവത്തിലേക്ക് വരുന്നുണ്ട്. അവര് ദൈവമായി മാറുന്ന ഒരുപാട് സംവിധാനങ്ങളാണ്. ആയുധം കുന്നുകൂട്ടി ലോക രാജ്യങ്ങളെ മുഴുവൻ ഭയപ്പെടുത്തുന്ന ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ കാണുന്നത്. എല്ലാ രാജ്യങ്ങളുടെയും അഭിമാനമായിട്ടൊക്കെ കാണുമ്പോൾ ദൈവരാജ്യവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അതുകൊണ്ട് ഇതൊന്നും നമുക്ക് ഇടർച്ചയ്ക്ക് കാരണമാകരുത്, തകർച്ചയ്ക്ക് കാരണമാകരുത്, നമ്മുടെ വിശ്വാസം കെട്ടുപോകുന്നതാകരുത്, നമ്മുടെ മനസാക്ഷി മരവിച്ചു പോകുന്നതാകരുത്. എല്ലാ തലങ്ങളിലും വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, യേശുനാഥനെ മുറുകെ പിടിച്ചുകൊണ്ട്, യേശുനാഥൻ നമുക്ക് മുന്നേറുവാന് നമ്മുടെ മുമ്പിലേക്ക് നൽകിയിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും സ്വീകരിച്ചുകൊണ്ട്, കർത്താവിനെ മാത്രം കണ്ടുകൊണ്ട്, എനിക്ക് എൻ്റെ കർത്താവിനെ മാത്രം മതി, കർത്താവില്ലാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട എന്നുള്ള നല്ല തീരുമാനമെടുക്കുമ്പോൾ, ആ തീരുമാനത്തിൽ അടിയുറച്ചു പോകുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് അസാധ്യമായ ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുവാനായിട്ട് ദൈവം വഴികൾ തുറന്നു തരും. അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അനുഭവങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്. അനുഭവങ്ങളാണ് നമ്മുടെ അറിവ്. നമുക്ക് കുറെ ഡിഗ്രി ഉണ്ടായിട്ട് മാത്രം നമ്മൾ അറിവുള്ളവരാണെന്നല്ല. ഡിഗ്രി മോശമല്ല, അതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. എന്നാൽ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അറിവുകൾ, അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അറിവുകൾ,
അത് ദൈവരാജ്യത്തെ കുറിച്ചുള്ള അറിവുകൾ സഹനത്തിലൂടെയും വേദനകളിലൂടെയും നൊമ്പരങ്ങളിലൂടെയും ഇല്ലായ്മകളിലൂടെയും ഒക്കെ വിപരീത സാഹചര്യങ്ങളിലൂടെയും ഒക്കെ അപമാനിക്കപ്പെടും, നിന്ദിക്കപ്പെടും, പരിഹസിക്കപ്പെടും, ഒറ്റപ്പെട്ടു പോകും, തിരസ്കരിക്കപ്പെട്ടു പോകും. ഇവയിലൂടെ ഒക്കെ നമ്മൾ നിർഭയത്വത്തോടെ കടന്നു പോകണം. ആരുടെയും മുഖത്ത് നോക്കരുത്. നിർഭയത്വത്തോടുകൂടി കർത്താവിന്റെ വചനത്തിൽ നിന്നുകൊണ്ട് നാം ചിന്തിക്കണം, സംസാരിക്കണം, പ്രവർത്തിക്കണം, ജീവിക്കണം. കർത്താവ് നമുക്കായി ഒരുക്കി തന്ന സഭയിലൂടെ ഒരുക്കി തന്ന എല്ലാ സംവിധാനങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകണം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കും, നമ്മളെ സംരക്ഷിക്കും, നമ്മളെ സഹായിക്കും, നമ്മളെ ശക്തിപ്പെടുത്തും. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. ആത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിതത്തെ, ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തെ മഹത്വപ്പെടുത്തി ജീവിക്കേണ്ടവരാണ് നമ്മൾ. അലയുന്നവരോ ഒന്നുമല്ല. നമ്മൾ കഷ്ടത അനുഭവിക്കുമ്പോഴും അവിടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം. നമ്മൾ ശക്തരും ധീരരുമായി മാറുക. കർത്താവിന്റെ വചനം നമ്മളെ ശക്തിപ്പെടുത്തും, സഹായിക്കും. ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറഞ്ഞിരിക്കും. നമ്മൾ ഭയപ്പെടാതെ ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.